മണ്ണിടുക എന്നുള്ളതാണ്. അതും ഈ നാട്ടിലെ പ്രത്യേകതയുണ്ട്. എല്ലാവരും എന്ത് ചെയ്യാ? എത്ര മണ്ണ് കയ്യിൽ വന്ന്? എത്ര വന്ന്? ചിലർക്ക് ഒരു പിടിയില്ല, ഒരു നുള്ള്. കാരണം കൂടുതൽ കയ്യിലൊന്നും മണ്ണാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കാരണം നമ്മളത്ര വലിയ മോശക്കാരൊന്നുമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു ചെറിയൊരു നുള്ളെടുത്തിട്ട് എന്ത് ചെയ്യുക? പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെ പറയും ചെയ്യും, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. അല്ലേ? പറയാറുണ്ടോ? അറിയാവുന്നവരൊക്കെ പറയില്ലേ? ഏതായാലും സൂറത്ത് താഹയിൽ ഒരു വചനമാണ്, ഒരു ആയത്താണത്. ഇങ്ങനെ മയ്യത്തിന്റെ കബറടിക്ക് മണ്ണ് ഇടുമ്പോ ഇങ്ങനെ പറയൽ സുന്നത്തൊന്നുമല്ല. ഇതെന്തല്ല? സുന്നത്തൊന്നുമല്ല. നമ്മൾ ആ മയ്യത്തിന്റെ കബറിലേക്ക് നമ്മളൊക്കെ മണ്ണ് വാരി ഇടണം. എത്ര ഇടാൻ പറ്റോ അത്ര ഇടുക. 3 പിടി മണ്ണ് വാരിയിട്ട് മൂപ്പരങ്ങ് പോക്കല്ല. പിന്നെന്ത് ചെയ്യണം? നമ്മളെ രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി ഇരിക്കില്ല. നമ്മുടെ ജോലി എന്ത് ചെയ്യുക? ഇതങ്ങ് വാരിയിട്ടിട്ട് എന്ത് ചെയ്യുക? കൈയും കഴിയിട്ട് മാറി നിൽക്കുക. അങ്ങനല്ല. മണ്ണ് നമുക്ക് എത്ര ഇടാൻ പറ്റുമോ ആ രൂപത്തിൽ തന്നെ മണ്ണിടുക. എന്നിട്ട് പിന്നെ ഏകദേശം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കബറ് ലെവലാക്കാൻ വേണ്ടിയിട്ട് കൈക്കോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക? കബറിനെ മണ്ണിട്ടിട്ട് നേരെയാക്കുക. ഇപ്പൊ അതിൽ മുഴുവൻ തെറ്റ. ഞാൻ ഓരോന്നും വായിക്കുകയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താ? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇതിൽ ഒരു കാര്യം 3 പ്രാവശ്യം ഇട്ടാ പോരാ, ആവുന്നത്ര ഇട്ട് മൂടുകയാണ് വേണ്ടത് എന്നാ ഞാൻ വായിക്കുന്നു. ഖബറിന്റെ സൈഡിന് നിൽക്കുന്ന ആൾക്ക് സുന്നത്താണ് 3 പ്രാവശ്യം മണ്ണിടല് സുന്നത്താണ്. ബാക്കി ഇമാമികൾ വിവരിച്ചു. ബാക്കി കൈക്കോട്ട് കൊണ്ട് കോരിയിടുക വേണ്ടത്. അങ്ങനെയല്ലേ നമ്മളെ നാട്ടിൽ ചെയ്യാറില്ലേ? 3 പ്രാവശ്യം ആളുകൾ ഇടും, പിന്നെ കൈക്കോട്ടിടും. അങ്ങനെ തുടർന്നായി താവിലുള്ളത്. പക്ഷെ ഇയാൾ പറയുന്നത് അങ്ങനെയല്ല. പിന്നെ എല്ലാവരും കൈകൊണ്ട് വാരിയിട്ട് നടക്കണോ എന്നൊക്കെ. 3 പ്രാവശ്യം ഇടലാണ് സുന്നത്ത്. ഇനി അതിന് തെളിവ് പറയും. നബിതങ്ങൾ 3 പ്രാവശ്യമാണ് ഇട്ടത്. ഇയാൾ പറഞ്ഞ 3 കൊണ്ട് മതിയാക്കരുത്, ഇടന്നെ. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് 3 പ്രാവശ്യമാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞൊരു സംഗതി, മിന്നാ ഖലഖനാകും എന്ന് പറയേണ്ടതില്ല എന്ന. എന്നാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ റൗദയുടെ 136-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കുന്നു, 2-ാം വാള്യം. എന്താണ് ഇവിടുന്ന് പറയുന്നത്? വയുസ്തഹബ്ബു, സുന്നത്താണ്. മഹാനവറുകൾ പറഞ്ഞു വയുസ്തഹബ്ബു, സുന്നത്താണ്. അയ്യഖൂല മഅൽ ഊല, ഒന്നാമത്തെ പ്രാവശ്യം അവൻ പറയൽ സുന്നത്താണ്. മിൻഹാ ഖലഖനാകും. വമഅത്താനിയത്തി, 2-ാമത്തെ പ്രാവശ്യം പറയണം, അത് സുന്നത്താണ്. വഫീഹാ നുഈദുകും. വമഅത്താനിയത്തി, 3-ാമത്തെ പ്രാവശ്യം പറയണം. വമിന്നാ നുഖൈരുകും താറതൻ നുഖ്റാ. എന്നിട്ട് ഇമാം നബവി പറയുന്നു, സുമ്മ യുഹാലു ബിൽ മസാഹി, പിന്നെ കൈക്കോട്ട് കൊണ്ട് കൊത്തിയിടുകയാണ് വേണ്ടത്. അങ്ങനെയാണ് സുന്നത്ത്. അല്ലാതെ എല്ലാവരും കൈ കൊണ്ട് എടുത്തിടുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യമേ മണ്ണെടുത്തിട്ടുള്ളൂ, അതേ സുന്നത്തുള്ളൂ. ശേഷം സുമ്മ യുഹാലു ബിൽ മസാഹി, പിന്നീട് ചെയ്യേണ്ടത് കൈക്കോട്ട് കൊണ്ട് കോരിയിടുകയാണ്. ഇതാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. അതാണ് തലശ്ശേരിയിൽ നടന്നു വരുന്നത്. അതിനെയാണ് നമ്മളെ പുതിയ മൗലവി വിമർശിക്കുന്നത്. നമ്മൾ ആരെ സ്വീകരിക്കണം? നബവി ഇമാമിനെ സ്വീകരിക്കണമോ? മറ്റു ഇമാമുകളെ സ്വീകരിക്കണമോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കണമോ? അല്ല ഈ പുത്തൻ വാദവുമായി രംഗപ്രവേശം നടത്തിയ ഈ മനുഷ്യനെ സ്വീകരിക്കണമോ എന്ന് തലശ്ശേരിക്കാര് ഈ താരാട്ടുപാട്ട് കേട്ട് ഈമാൻ അടിയറവെക്കുന്നതിന്റെ മുമ്പ് ശ്രദ്ധിക്കുന്നത് ആഖിറത്തിൽ വിരല് കടിക്കാതിരിക്കാൻ നല്ലതാണെന്ന് എന്റെ ഈ സീഡി കേൾക്കുന്ന വല്ല ഉമ്മമാരുമുണ്ടെങ്കിൽ, ഉമ്മമാരെ, നിങ്ങളെ ഉമ്മാമമാര് നടന്ന മാർഗത്തിലേക്കാണ്. അത് ഇമാമുകളുടെ മാർഗമാണ്. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണ്. സഹാബത്തും താബിഈകളും പഠിപ്പിച്ച മാർഗമാണ്. ഈ തലശ്ശേരിയിൽ കഴിഞ്ഞുപോയ മഹാന്മാര് പഠിപ്പിച്ച മാർഗമാണ്. ആ ഉമ്മാമമാരുടെ മാർഗത്തിൽ ഉറച്ചു നിന്നോളണം. ഒരാളുടെ താടി കണ്ടും നമ്മൾ പെട്ടുപോകരുത്, തലപ്പാവ് കണ്ടു പെട്ടുപോകരുത്. അല്ലാഹുവിന്റെ ദീന് അത് പൂർവീകരാണ് നമ്മളെക്കാൾ ഉൾക്കൊണ്ടവരെന്ന ഉറച്ച വിശ്വാസം അത് നമ്മൾ പരമാവധി ഇനിയും ഉറപ്പിക്കണം. അതിനുവേണ്ടിയാകണം നമ്മുടെ എല്ലാ ചലനങ്ങളും.
എല്ലാ സംസാരങ്ങളും ഇത്തരം ആളുകളുടെ ക്ലാസുകളിൽ പോയി നിങ്ങളുടെ ഈമാൻ നശിപ്പിച്ചാൽ പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. യൗമ യഅദ്ദുല്ലാഹിമു അലാ യദൈഹി വയഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ വയാ വൈലതാ വലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. മനുഷ്യൻ വിരല് കടിച്ച് തുപ്പുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. അന്നവൻ പറയുന്നത് യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം അതാണല്ലോ സഹാബത്ത് പഠിപ്പിച്ചത്, താബിഈകൾ പഠിപ്പിച്ചത്, പൂർവകാലത്ത് ഈ കേരളത്തിൽ ജീവിച്ച തലശ്ശേരിയിൽ ജീവിച്ച മുസ്ലിം ഉമ്മത്ത് പഠിപ്പിച്ചത്. ആ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ ഇന്ന ചങ്ങാതിയെ ഞാൻ എന്റെ സ്നേഹിതനായി കണ്ടു, ഞാൻ എന്റെ മതകാര്യങ്ങൾക്ക് എന്റെ ഉപദേഷ്ടാവായി കണ്ടു, അവനെ ഞാൻ കമ്പനിയാക്കി നടന്നില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ദിവസത്തിൽ ഇവിടുത്തെ തെറ്റായ വിഷയങ്ങളിൽ കൂട്ടുകൂടിയ കമ്പനിക്കാർ പരസ്പരം തെറ്റിപ്പിരിയുന്ന ദിവസമാണത്. ഇവിടെ തെറ്റായ വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞുവല്ലോ, പൂർവീകർ ചെയ്തു വന്ന ആശയം അത് തെറ്റാണെന്ന് പറയുന്ന ക്ലാസ് നടത്തുന്ന ഒരാളെ നമ്മൾ ചങ്ങാതിയാക്കിക്കൊണ്ട് നടന്നാൽ അവിടെ എത്തിയിട്ട് അയാൾ പറ്റിച്ചതാണെന്ന് നിങ്ങൾ പറയൂ. അയാൾ പറയും ഞാൻ പറ്റിച്ചതല്ല, നിങ്ങൾ എന്തിനാണ് എന്റെ പേക്കിൽ നടന്നത്? ഇങ്ങനെ പരസ്പരം കടിച്ചു കീറുന്ന അവസ്ഥയുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഓർമ്മിക്കുന്നത് എല്ലാ ഉമ്മമാർക്കും നന്ന്, എല്ലാ ഈമാനുള്ളവർക്കും നന്ന്. ഇനിയാൾ വെറുതെ സമയം കുറവാണ്, പെട്ടെന്ന് പറയാം. തൽഖീനെല്ലാം പാടില്ല പറയട്ടെ, 13 വെച്ചോളൂ. ചില സ്ഥലങ്ങളിലൊക്കെ തൽക്കീനുമുണ്ട്. തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ആരാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക? പള്ളിയിലെ മുക്രി. പള്ളിയിലെ മുക്രിയുടെ ജോലിയാണ് മരിച്ചുപോയ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് ഇരുന്നിട്ട് മൂപ്പർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്? മൂപ്പർക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് മൂപ്പർ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മൂപ്പർ എഴുതി വെച്ച കടലാസുമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, വരിക. കാരണം കടലാസായിട്ട് മൂപ്പർ വന്നിട്ടില്ല എങ്കിൽ മൂപ്പരെ ജോലി തെറിച്ചു പോകും. കാരണം ആ പള്ളിയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ തൽക്കീൻ അറിയാത്തൊരു മുക്രയാണ് വരുന്നെങ്കിൽ മൂപ്പർ എന്ത് ചെയ്യും? നിർബന്ധമായിട്ട് തൽക്കീൻ ഏതെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പേപ്പറിൽ എഴുതി വെച്ചിട്ടാണെങ്കിലും അതിങ്ങനെ സൂക്ഷിക്കും. എന്തിനാ? വരുന്ന മയ്യത്തിനൊക്കെ മൂപ്പർക്ക് എന്ത് ചെയ്യണം? മൂപ്പരെ ജോലിയാണ് അതിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. മയ്യത്തിനെ പഠിപ്പിക്കുക, മയ്യത്തിനെ പറഞ്ഞു കൊടുക്കുക, ഒരു പുണ്യമില്ല, അതിലൊരു പ്രത്യേക നേട്ടവും ഇല്ല. കേട്ടുണ്ടോ? സ്വർഗം ഹക്കാണ്, നരകം ഹക്കാണ്. നിങ്ങളുടെ അടുത്തേക്ക് 2 പേരിപ്പോ വരും. ആ 2 പേരുടെ പേര് മുൻകറന്നാണ്, നക്കീറന്നാണ്. അത് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുകയാണ്. ആ ചോദ്യങ്ങൾ മൻ റബ്ബുക എന്നാണ്. അപ്പോൾ നീ ഇങ്ങനെ ഉത്തരം പറയണം. പിന്നെ രണ്ടാമത് ഇങ്ങനെ ചോദ്യം ചോദിക്കും, നിന്റെ ദീൻ ഏതാണ്? അപ്പൊ എന്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയണം. ഇപ്പൊ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ നൽകി ചെല്ലാറുണ്ട്, ചെല്ലാറുണ്ട്. നമ്മൾ ചെയ്യുന്നതിന് നമ്മളെ തെളിയാൻ പാടില്ല. അയാൾക്ക് കാര്യമുണ്ടോ ഇല്ല, നമുക്ക് കാര്യമുണ്ടോ എന്നല്ലേ നമ്മൾ നോക്കട്ടെ. അയാളെ കാര്യം അയാൾ നോക്കട്ടെ, നമുക്ക് കാര്യമുണ്ടോ? നബിമാ പറയുന്നു. അവിടുന്ന് അവിടുത്തെ കിതാബ് റൗദയിൽ 2-ാം പാടി 137-ാമത്തെ പേജിൽ പറയും, സുന്നത്താണ് മയ്യത്ത് മറവ് ചെയ്താൽ തൽഖീൻ ചൊല്ലി കൊടുക്കൽ. എങ്ങനെയാ തൽഖീൻ ചൊല്ലേണ്ടത്? യാ അബ്ദുല്ലാഹ് ഇബ്ന അമത്തില്ലാഹ് ഉസ്കുർ മാ ഖറജത അലൈഹി മിന ദുനിയ ശഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറ ഹഖ്ഖുൻ വ അന്നൽ ബഅസ ഹഖ്ഖുൻ വ അന്ന സഅത ആതിയത്തു ലാ റൈബ ഫീഹാ വ അന്ന അല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ വ അന്നക റളീത ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനാ വ ബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ വ ബിൽ ഖുർആനി ഇമാമാ വ ബിൽ കഅബതി ഖിബ്ലത വ ബിൽ മുഅ്മിനീന